പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സുനന്ദയുടെ വിവാഹം ദേവബാല മുടക്കിയതിനെ തുടർന്ന് പുതിയൊരു തീരുമാനവുമായി അഭിഷേക് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇനി സുനന്ദയെ താൻ വിവാഹം കഴിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് എല്ലാവരും ഈ വിവാഹത്തിനെ അനുകൂലിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഈ കാര്യം ദേവരാജൻ പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ദേവബാല ഇടയാകുന്നത്. ഇതോടെ ഞെട്ടിപ്പോകുന്ന ദേവബാല ഇത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു. എന്നാൽ നീ കാരണമാണ് ഈ വിവാഹം മുടങ്ങിയത് എന്നും അതുകൊണ്ട് തന്നെ അഭിഷേക് ഇങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ദേവരാജൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് വാശി കൂടിയിരിക്കുകയാണ് നമ്മുടെ ദേവബാലയ്ക്ക്. ഇതേ തുടർന്ന് സുനന്ദയെ ചെന്ന് കാണുന്ന ദേവബാല നീ അവസരം മുതലാക്കുകയാണല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേകിനെ വിവാഹം കഴിക്കാൻ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് താൻ വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് സുനന്ദ തുറന്നു പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഈ വിവാഹം നടത്താൻ താൻ സമ്മതിക്കുകയില്ല എന്ന് തുറന്നു പറയുന്ന നമ്മുടെ ദേവബാല ഈ വിവാഹം നടക്കുമെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഭിഷേക് തന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുന്നു. Do like, share and subscribe.